വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. കുറേ നാൾക്ക് ശേഷമായിട്ടോ ഒരു ലോങ് വീഡിയോ ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഞാൻ പ്രതീക്ഷിക്കുന്ന കണക്ക് വീഡിയോ എല്ലാം എടുക്കാൻ പറ്റുമെന്നൊന്നും അറിയില്ല. എന്നാലും മാക്സിമം ട്രൈ ചെയ്യാം. ഇന്ന് സംഭവം ഞാൻ എൻ്റെ വീട്ടിൽ വന്നേക്കും കേട്ടോ. അപ്പം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലെ നമ്മുടെ പുതിയ വീടിൻ്റെ വാർപ്പായിരുന്നു. അപ്പോൾ അതിന് എല്ലാവർക്കും ഫുഡ് നമ്മൾ വാങ്ങിക്കൊടുത്തു. അപ്പോൾ നമ്മൾ വീട്ടുകാർക്ക് വേണ്ടിയിട്ട് നമ്മളൊന്നും ചെയ്തില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ചൊന്ന് അതിന് വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഫാമിലി കുറച്ച് പേർക്ക് എല്ലാവർക്കും കൂടെയായിട്ട് ഫുഡ് വയ്ക്കാം. അങ്ങനെ നമ്മളെല്ലാവരും കൂടെ എൻ്റെ വീട്ടിൽ കൂടുവാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് വന്നതാണ്. മോളെ സ്കൂളിൽ വിട്ടു കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് അസുഖമൊക്കെ വന്നിട്ട് ലീവ് എടുക്കുന്ന കാരണം വെറുതെ ഇന്ന് ലീവ് എടുക്കേണ്ടെന്ന് കരുതി ഞാൻ അവളെ സ്കൂളിൽ വിട്ടിട്ട് ഞാൻ വീട്ടിലോട്ട് വന്നു. ഇപ്പോൾ ഇതൊരു താഴത്തെ വീട്ടിൽ വണ്ടിയൊക്കെ വെച്ചിട്ട് ഞാൻ ഇനി നടന്ന് മുകളിലോട്ട് കയറും കേട്ടോ. അപ്പോൾ ബാക്കി ഇനി വിശേഷങ്ങൾ അവിടെ പോയിട്ട് കാണാം. കൂടുതലായിട്ട് വലിച്ച് നീട്ടുന്നില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫുൾ വീഡിയോ കാണണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പം കുറേ കൂട്ടുകാർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. ഈ കൂടെ പോകാനുള്ള ഏറ്റവും വലിയ പാടിതാട്ടോ. ഭയങ്കര വെള്ളമാണ്, ഊറ്റിറങ്ങുന്നതാണ്. അപ്പം മഴ സമയം പിന്നെ പറയേ വേണ്ട, ഭയങ്കര വെള്ളം. ബാക്ക്ഗ്രൗണ്ടിൽ കുറച്ച് സൗണ്ടൊക്കെ ഉണ്ടാവും കേട്ടോ. റബ്ബറായതുകൊണ്ട് ഈ മറ്റേ ചീവീടിൻ്റെ പോലത്തെയൊക്കെ സൗണ്ടുകളില്ലേ, കണ്ടോ, കേൾക്കുന്നുണ്ടോയെന്നറിയില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ സൗണ്ട് കാണും. ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അയ്യോ, ഇപ്പോഴേ കഥ തുടങ്ങി. ഈ ഏരിയയിലൊന്നും വേറെ താമസമില്ല കേട്ടോ. ഈ വീട്ടിൽ താമസമില്ല. ആ വീട്ടിൽ അങ്ങൊരു വീടുണ്ട്, റബ്ബർ നിൽക്കുന്നതുകൊണ്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇവിടെയൊക്കെ ആൾ കുറവാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ തീരെ വേറെ സ്ഥലത്തോട്ട് വീട് വയ്ക്കുന്നത്. ഇതെൻ്റെ അമ്മാമ്മയാട്ടോ നിൽക്കുന്നത്. എന്തോ ജോലി തിരക്കിൽ നിൽക്കുക കേട്ടോ. അപ്പോൾ എന്നെ കണ്ടിട്ട് അങ്ങനെ നിന്ന് നോക്കുവാണ്. അവൾക്ക് ദൂരെ നിന്ന് വരുമ്പോൾ ക്ലിയറായിട്ട് കാണാൻ പറ്റില്ല. അപ്പോൾ ഇത്തിരി അടുത്തോട്ട് വന്നാൽ മാത്രമേ കാണാൻ പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തോ തുണി കഴുകാനോ എന്തോ മുറ്റത്തോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ അതിൻ്റെ പണി നടക്കും കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ കുറേ പരിഭവങ്ങളൊക്കെ പറയുമോ കേട്ടോ. അതെല്ലാം ഇങ്ങോട്ട് നീ വരുമോ? അതുകൊണ്ട് കണ്ടൂടെ, വാതിൽ തുറക്കൂല, ഒന്നും ചെയ്യല്ലേ. അതുകൊണ്ട് അവന് പിടിക്കണ്ടേ. അമ്മ സ്പെഷ്യൽ ചിക്കൻ കറി ആണല്ലേ. ഇല്ല ഇങ്ങോട്ടോ. ക്യാമറ ഓണാക്കി. ചിക്കൻ കറി ഓൾറെഡി സെറ്റ്. കൊള്ളാമോ? ഹലോ, ഇരിക്കൂ. ഇല്ല, അതിന് ഞാൻ കൊണ്ടുപോകണം. അതുകൊണ്ട് ഞാൻ പിന്നെ ഇരുന്നു. കൊള്ളാമോന്ന്? ബിരിയാണി കൊള്ളാമോന്ന്? ബിരിയാണി നല്ലതാ ചീത്തയെന്ന് ഞാൻ പറയില്ല.
എന്ത് പറയാ ചേച്ചി എങ്ങനെയുണ്ട്? കൊള്ളാം. കണ്ണമാമ എങ്ങനെയുണ്ട്? ഹലോ, ഞാൻ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. ഇനി ഞാൻ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചേട്ടനുള്ള ഫുഡും മോക്കുള്ള ഫുഡും കൂടി എടുത്തിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ചേട്ടൻ്റെ കടയിൽ പോയിട്ട് ഇനി ചേട്ടന് ഫുഡ് കൊടുക്കണം. അവിടെ കൊടുത്തിട്ട് ഞാൻ നേരെ വീട്ടിൽ പോകും. ചിലപ്പോൾ മോളെയും കൂടി സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് പോവും. ഇല്ലെങ്കിൽ ചേട്ടൻ എന്നത്തെ പോലെ വിളിച്ചോണ്ടെന്നാക്കുക കേട്ടോ. അപ്പോൾ ചേട്ടന് കൊടുക്കാനുള്ളത് കൊണ്ടാണ് ഇറങ്ങിയത് നേരത്തെ. അല്ലെങ്കിൽ ഒരു മോളെ സ്കൂളിൽ നിന്ന് വിളിക്കുന്ന ഒരു ടൈം അനുസരിച്ചിട്ട് ഇറങ്ങുള്ളായിരുന്നു. അപ്പോൾ അതാ ചേട്ടന് മോക്കായിട്ടുള്ള ഫുഡൊക്കെ കവറിലെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതൊക്കെ കൊണ്ട് നമുക്ക് പോവാം. എൻ്റെ വണ്ടി വെച്ചെടുത്ത് എത്തി കേട്ടോ. അതാ ഇനി സാധനമൊക്കെ ഇതിൽ വെച്ചിട്ട് പോകണം. ഓക്കെ, നമുക്കിനി ചേട്ടൻ്റെ കടയിലെത്തിയിട്ട് കാണാം. ടാറ്റാ. കൊള്ളാമോ? അപ്പോൾ ഞാൻ തിരിച്ചതാ വീട്ടിലെത്തിക്കുവാണ് കേട്ടോ. വീട്ടിലെത്തി, കടയിൽ പോയിട്ടില്ല. കാരണം കടയിൽ പോയിട്ട് നമ്മൾ വിചാരിച്ചു ചേട്ടൻ ഉച്ചയ്ക്ക് വീട്ടിൽ വന്നിട്ട് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. കടയിൽ നിന്ന് കഴിക്കണ്ട, ഇനി വരാമെന്ന് കരുതി. അപ്പോൾ ഞാനും ചേട്ടനും കൂടെ പിന്നെ നേരെ ഇങ്ങ് പോന്നു. ചേട്ടൻ ഇപ്പോൾ വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ചേട്ടൻ വീണ്ടും കടയിലോട്ട് പോയി. ഇനി വൈകിട്ടൊരു 3-3:30 കഴിയുമ്പോഴത്തേക്കും മോളെ വിളിച്ചിട്ട് വരും കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചേട്ടൻ വീണ്ടും കടയിൽ പോവും. രാത്രിയെ പിന്നെ വരത്തുള്ളൂ. അപ്പോൾ ഇനി മോള് വരുന്നത് വരെ ഞാൻ ഒറ്റയ്ക്ക് വെയിറ്റ് ചെയ്തിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഒരു കുട്ടി വ്ളോഗാട്ടോ. എടുക്കണമെന്ന് വിചാരിച്ചതല്ല, പിന്നെ കരുതി പെട്ടെന്ന് എടുക്കാമെന്ന് തോന്നി എടുത്തതാണ്. ഒരു തട്ടിക്കൂട്ട് വീഡിയോ ആണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ കാണാം. ടാറ്റാ.